അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടു കാണും. എന്താണ് നമുക്ക് പറ്റിയത്? കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കാലം കോവിഡ് ബാധിച്ച് കിടപ്പിലായിരുന്നു. ഒരു 7 ദിവസം മുമ്പ് നെഗറ്റീവായി. അപ്പോൾ അതുകൊണ്ട് പുറത്തോട്ടങ്ങും പോകുന്നില്ല. ഇപ്പോൾ വീട്ടിൽ തന്നെയാണുള്ളത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, ഒരു ഹൗസ് ബോട്ട് യാത്രയുടെ. അപ്പോൾ നിങ്ങളാരും കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ അതിന് മുമ്പേ എടുത്തിരുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ പുറത്തോട്ടങ്ങും പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഒരു കുക്കിംഗ് പരിപാടിയാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ആ കുക്കിംഗ് വീഡിയോ ആണ് ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ചിക്കൻ്റെ ഒരു വിഭവമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു ചിക്കൻ നമ്മൾ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 2 കിലോയ്ക്കകത്ത് ഉള്ള ചിക്കനാണ്. അപ്പോൾ ഒരു എല്ലാം വേസ്റ്റെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു 1,300 ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായിട്ട് ഇതിനകത്ത് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡിയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിതിന് വേണ്ട ഒരു മസാലക്കൂട്ട് റെഡിയാക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഇതിനകത്തേക്ക് നമുക്കൊരു 2.5 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത്. അപ്പോൾ ഈ സ്പൂൺ ചെറുതായിട്ടൊരു 2.5 സ്പൂൺ, ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്കിതിനകത്ത് ആവശ്യമായ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തത്. പിന്നെ വേണ്ടത് ഒരു 1.5 നാരങ്ങ നീര്, ഒരു 1.5 നാരങ്ങ പിഴിഞ്ഞ എൻ്റെ നീരാണിത്. ഓക്കെ. പിന്നെ വേണ്ടത് ഉപ്പ്, നമുക്കത് ആവശ്യത്തിന് ഉപ്പ് പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. പിന്നെ വേണ്ടത് പെരിഞ്ജീരകം പൊടിച്ചത്, ഒരു 2 സ്പൂൺ. പിന്നെ വേണ്ടത് നമുക്കൊരു ഇച്ചിരി കോൺഫ്ലവർ, ഒരല്പം വെളിച്ചെണ്ണ. ഇത് നമ്മളിവിടെ തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ വെളിച്ചെണ്ണയാണ്. ഒരു സ്പൂൺ, ഇച്ചിരി കൂടുതലായിപ്പോയി, കുഴപ്പമില്ല. ഓക്കെ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഒരു ഇച്ചിരി വെള്ളം കൂടെ ചേർക്കാം. അതായത് ചിക്കനകത്ത് ഇതെല്ലായിടത്തും പിടിച്ച് വരണ്ടേ. ഉപ്പ് ഇച്ചിരി കൂടെ ആവാം. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ ഇവിടെ നല്ല വരഞ്ഞ് മൊത്തം വരയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഈ മസാല നമുക്ക് നല്ലോണം തേച്ച് പിടിപ്പിക്കണം. നമ്മളിത് മൊത്തം മസാല മൊത്തം പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനൊരു 1 മണിക്കൂർ നമുക്ക് അടച്ചു വെച്ചേക്കാം. എന്നിട്ട് 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഇതിന് ബാക്കിയുള്ള പരിപാടി ചെയ്യാം. ഓക്കെ. അപ്പോൾ 1 മണിക്കൂർ വരെ ഇത് ഫ്രിഡ്ജിനകത്ത് വളരെ സുരക്ഷിതമായിട്ട് അടച്ചു വെച്ചേക്കാം. 1 മണിക്കൂർ കൂടുതലായി നമ്മൾ ആ ചിക്കൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട്. അപ്പോൾ ഇനി നമ്മളതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ പോവാം. ഓക്കെ. നമ്മൾ ഇതിനകത്ത് കുറച്ച് എണ്ണ
ഇതും വെളിച്ചെണ്ണ തന്നെയാണ്. നമ്മളിവിടെ ആട്ടിയ വെളിച്ചെണ്ണയാണ്. നമ്മളിവിടെ കൊപ്ര എടുത്ത് നമ്മൾ തന്നെ ഇവിടെ കൊണ്ടുപോയി മില്ലിൽ ആട്ടിയതാണ്. അപ്പോൾ ഇതിന് ഈ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് തന്നെ ചിക്കൻ നമ്മൾ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ചിക്കൻ നമുക്ക് ഇത് ഒറ്റ പീസായിട്ടാണ് വെച്ചേക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് മുറിച്ച് രണ്ടായിട്ട് വേണേൽ വെക്കാം. പക്ഷേ ഇതിനകത്ത് നമുക്ക് സ്ഥലമുണ്ട്, കുഴപ്പമില്ല. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. തൽക്കാലം അത് അങ്ങനെ ഇരിക്കട്ടെ. അപ്പം നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് വേവാൻ വേണ്ടി കുറച്ച് സമയമെടുക്കും. അങ്ങനെ നമ്മുടെ ചിക്കൻ നമ്മൾ വറുത്ത് കോരി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് കുറച്ച് മസാല വേറെ നമുക്ക് എക്സ്ട്രാ ചേർക്കാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ നമ്മളിവിടെ ഒരു 15 ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു 4 വറ്റൽമുളക്, ഇഞ്ചി, അതുപോലെ ഒരു തക്കാളി, പിന്നെ അതുകൂടാതെ ഒരു വലിയ സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഇതിനകത്ത് കുറച്ച് ഈ പിഴിഞ്ഞ വെള്ളമാണത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്യണം. ഇതൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ബാക്കി പരിപാടി നോക്കാം. ഇനി കുറച്ച് വെളിച്ചെണ്ണ, നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആട്ടിയ വെളിച്ചെണ്ണയാണ്. അത് നമ്മളിതിനകത്തിട്ട് ഒരു 2 സ്പൂൺ നമ്മൾ ഒഴിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പച്ചമുളകും അതെല്ലാം കൂടെ ക്രഷ് ചെയ്ത് നല്ല ഒരു മസാല പോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാവണം. കാര്യം അതിൻ്റെ ആ ഒരു പച്ച മണം ഒന്ന് വിടുന്നിടം വരെ ചെറുതായിട്ടൊന്ന് നല്ലപോലെ ഇളക്കണം. കറിവേപ്പില, അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി നമ്മളിട്ടു. എന്നിട്ട് നല്ലപോലെ ഇളക്കണം. ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈ പിഴിഞ്ഞ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു. ഇനി നമുക്ക് ആവശ്യത്തിന്, നമ്മൾ നേരത്തെ ഉപ്പിട്ടായിരുന്നു അത് ചിക്കനകത്ത്, പക്ഷേ ഇതിനകത്ത് ഈ മസാലയ്ക്ക് വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പിട്ടു. ഇനി നമ്മളിതിനകത്ത് 1 സ്പൂൺ പഞ്ചസാര. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മുടെ മസാലയുടെ എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ചേർന്ന് കഴിഞ്ഞു. ഇനി അവസാന വട്ടം നമുക്കൊരു സാധനം കൂടെ ചേർക്കാനുണ്ട്. എന്താണെന്ന് നോക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ, നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിലേക്കിടാം. ഇതിലേക്കിട്ടതിന് ശേഷം നമ്മൾ ഈ
മസാല കംപ്ലീറ്റ് ഇതിനകത്ത് തേച്ച് പിടിപ്പിക്കണം. ഒന്ന് മറിച്ചിട്ടിട്ട് ബാക്കി മസാല കൂടി നമുക്കകത്തോട്ട് തേച്ചങ്ങ് പിടിപ്പിക്കണം. ഇതൊരു സ്പെഷ്യൽ മസാലയാണ്. ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു മസാലയാണ്. നമ്മൾ ഓൾറെഡി നേരത്തെ ആദ്യത്തെ മസാലയിൽ വറക്കുന്നതിന് മുമ്പ് നമ്മൾ ചിക്കനകത്ത് ഉപ്പ് ചേർത്തിരുന്നു. പിന്നെ അതുകൂടാതെ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു മസാലയ്ക്കകത്ത് നമ്മൾ ഓൾറെഡി ഉപ്പ് തേച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പുറത്ത് നമുക്കൊരു ഇച്ചിരി കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് അവസാനമായിട്ട് ചേർക്കാനുള്ളത് തന്നെ സവാള. നമ്മളിപ്പോൾ അരിഞ്ഞു വെച്ച സവാള ഏറ്റവും അവസാനം ചേർക്കാവുള്ളൂ. ഒരു ചെറിയ പച്ച മയത്തോടുകൂടി തന്നെ നമുക്കിത് കിട്ടണം. ഒക്കെ തിരിച്ചിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇത് തയ്യാറായി. ഏകദേശം നമുക്ക് കഴിക്കാനുള്ള പാകത്തിന് എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ, അതായത് ടാമറിൻ ഫ്രൈഡ് ചിക്കൻ, നമ്മുടെ പുളി വെള്ളം ചേർത്തുണ്ടാക്കിയ സ്പെഷ്യൽ റെസിപ്പി ചിക്കനാണ് നമ്മളിവിടെ ഇന്ന് തയ്യാറായിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വലിയ ചിലവൊന്നുമില്ലാതെ ചിക്കൻ വാങ്ങിക്കുന്ന ചിലവേ ഉള്ളൂ. ബാക്കി എല്ലാം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ സർവ്വസാധാരണമായിട്ട് കാണുന്നതാണ്. വീടുകൾ ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങളാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റ്, പറയാതിരിക്കാൻ വയ്യ. അതായത് നമ്മുടെ ഒരു പഞ്ചസാരയുടെ ഒരു ചെറിയൊരു മധുരവും അതുപോലെ പുളി, പിന്നെ എരിവ്, അത്യാവശ്യം നല്ല എരിവുണ്ട്. പിന്നെ നമ്മളിവിടെ ചപ്പാത്തി വാങ്ങിച്ചിട്ടുണ്ട്. ചപ്പാത്തിയും ഇതും കൂടെ ചേർത്ത് നമ്മൾ പിടിപിടിക്കാൻ പോവുക. അപ്പോൾ എല്ലാവരും ഈ വിഭവം ട്രൈ ചെയ്യുക. വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയ എണ്ണയെന്ന് പറയുന്നത് കോക്കനട്ട് ഓയിൽ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറായാണ്. അപ്പോൾ ഈ വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കുക. പുതിയൊരു വിഭവമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഈ കോവിഡ് കാലത്ത് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. അതിഥിയുണ്ട്, അച്ചുണ്ട്. വാ, എങ്ങോട്ടാ നോക്കിയേ. അങ്ങനുണ്ട്. എന്തോ ടേസ്റ്റ് എന്താന്ന് ഷെഫ് പറ. ഷെഫിൻ്റെ അഭിപ്രായം പറയാം. ഇത് കൊള്ളാമെന്ന് പറഞ്ഞാൽ പോരാ, എന്താണ്, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. അത് ഒരു ഷെഫ് എന്നുള്ളത് പറയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ആദ്യമായിട്ടൊരു ചെയ്തൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ടുണ്ട്. ഒരിക്കലും ഈ ഒരു ബ്ലോഗിന് വേണ്ടി പറയുന്ന ഒരു ഇതല്ല, പക്ഷെ വളരെ സൂപ്പറായിട്ടുണ്ട്. എങ്ങനുണ്ട്? കൊള്ളാം. ഓക്കെ, പറ. കൊള്ളാം, പൊളി സാധനം, അടിപൊളി.